പേര് രഞ്ജിത്ത് എന്നാണ്. സ്ഥലം ബാലുശ്ശേരിയാണ്. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ്. എന്നെ പരിചയപ്പെടുത്തി. രഞ്ജിത്ത് എന്നാണ് പേര്. ഇന്ന് വർക്ക് ചെയ്യുന്നത് RTC റീജിയണൽ ടീം കോർഡിനേറ്റർ എന്ന് പറയുന്ന റാങ്കിലാണ്. ഒരു ഐ ഡി സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ എന്ന് പറയുന്ന റാങ്കിലാണ്. മറ്റേ ഐഡിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ 3 ID വെച്ചിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. ഞാനിതെന്റെ അഹങ്കാരമല്ല, ഞാൻ പറയുന്നൊന്നും എന്റെ അഹങ്കാരമല്ല. ഞാനൊരു സാധാരണക്കാരനാണ്. നേരത്തെ എന്നെ വിളിച്ച സാറ് പറഞ്ഞിട്ട് ഹൈലി എഡ്യൂക്കേറ്റഡ്. അങ്ങനെ ഹൈലി എഡ്യൂക്കേറ്റഡ് എന്നല്ല, ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നു, 10-35 രൂപ സാലറി ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് കടബാധ്യതകളുണ്ട്. നമ്മളെക്കാട്ടും വലിയ ഉയരത്തിലുള്ള കടങ്ങൾ നിന്നാണ് സത്യത്തിൽ ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. നിങ്ങൾ എന്നെ പോലെ വരുന്ന ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ 0 വരുന്ന ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ പ്ലസ് വരുന്ന ആളുകൾ ഉണ്ടാവും. ഞാൻ വന്നിട്ടുള്ളത് മൈനസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അത്രയും കടബാധ്യത നിന്നാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ബിസിനസ്സിൽ വലിയ ഒരു വളർച്ച വേഗത്തിൽ ഉണ്ടായതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, അത്യാവശ്യക്കാരാണല്ലോ, ആവശ്യക്കാരനല്ല, അതിൽ മറിച്ച് അത്യാവശ്യക്കാരനായിരുന്നു. പൈസ ഉണ്ടാക്കണം എന്നുള്ള, അല്ലെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടണം, ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണം, കടബാധ്യത തീർക്കണം എന്നുള്ള അത്യാവശ്യക്കാരനായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ വേഗത കൂടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ സത്യത്തിൽ മൈലേഷ്യൽ ഓപ്പർച്യൂണിറ്റി കൈ കിട്ടിയത് കൊണ്ട് കാര്യമില്ല. നിങ്ങൾ അതിനുള്ള പർപ്പസ് കണ്ടെത്തണം. പർപ്പസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം, ലക്ഷ്യം. എന്തിനു വേണ്ടി ഞാൻ മൈലേഷ്യൽ ചെയ്യണം? എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാവും. ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ജീവനില്ലാത്ത എല്ലാ വസ്തുക്കൾക്കും ലക്ഷ്യമുണ്ട്. ഇപ്പോ നമ്മൾ ഇരിക്കുന്ന കസേരയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്, നമ്മളെ താങ്ങി നിർത്തുക. നമ്മള് എഴുതുന്ന പെന്നിന് ലക്ഷ്യമുണ്ട്. ജീവനില്ലാത്ത വസ്തു, അതിന്റെ ഉദ്ദേശ ലക്ഷ്യം, ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് അത് നമ്മൾ എഴുതാൻ സഹായിക്കുക എന്നുള്ളതാണ്. പേപ്പറിന് ഒരു ലക്ഷ്യമുണ്ട്. എന്താണ്? ആ എഴുതിയത് തെളിയിപ്പിച്ച് കാണിക്കുക. ഫാനിന് ഒരു ലക്ഷ്യമുണ്ട്, AC-ക്ക് ഒരു ലക്ഷ്യമുണ്ട്, അല്ലെ? കറണ്ടിന്, ലൈറ്റിന് ഒരു ലക്ഷ്യമുണ്ട്. ഇങ്ങനെ ജീവനില്ലാത്തതായിട്ടുള്ള എല്ലാ വസ്തുക്കൾക്കും ലക്ഷ്യം. വാട്ട് ഈസ് യുവർ പർപ്പസ്? ജീവനുള്ള നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? എന്തിനു വേണ്ടി മൈലേഷ്യൽ ചെയ്യണം? ഇതൊരു ചോദ്യം നമ്മളോട് ചോദിക്കണം. അപ്പൊ ഒരു ലക്ഷ്യം ഉണ്ടാവും. നമുക്ക് എന്തിനു വേണ്ടി ചെയ്യണം? പൈസക്ക് വേണ്ടി ചെയ്യണം, അംഗീകാരത്തിന് വേണ്ടി ചെയ്യണം, അല്ലെങ്കിൽ നല്ല ബന്ധങ്ങൾക്ക് വേണ്ടി ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ പല ആവശ്യങ്ങളുണ്ടോ. കടബാധ്യത തീർക്കാൻ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് വീട് വെക്കാൻ ചെയ്യണം, കാറ് വാങ്ങാൻ ചെയ്യണം, അല്ലെങ്കിൽ നല്ല ഫാമിലി, ബെറ്റർ ഫാമിലി ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? മൈലേഷ്യൽ ചെയ്യണം. ഇങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം വേണം. ഒരു ഉദ്ദേശമില്ലാതെ മൈ ലൈഫിൽ ഒന്നും നേടാൻ പറ്റില്ല. ഞാൻ മൈ ലൈഫിൽ വന്നു എന്നുള്ളതുകൊണ്ട് ഒരു ഉദ്ദേശമില്ലെങ്കിൽ ഒന്നും നേടാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ആദ്യം ഒരു ഉദ്ദേശം ഉണ്ടാക്കിയെടുക്കണം. എനിക്ക് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടായിരുന്നു, ഞാൻ അതിലേക്ക് പറഞ്ഞു വരുന്നത്. ഇതാണ് എന്റെ ഫാമിലി. അച്ഛൻ മരണപ്പെട്ടു, 10-15 വർഷമായി. എന്റെ ഭാര്യ, എന്റെ അമ്മ, എന്റെ മോള്, അങ്ങനെ ചെറിയൊരു ഫാമിലിയാണ്. പിന്നെ ഞാൻ പറഞ്ഞു, 2020 മാർച്ച് 19 ID അടിച്ചിട്ടുണ്ട് ഈ ബിസിനസ്സിൽ. ID അടിച്ച ഡേറ്റ്. പക്ഷെ ഈ ബിസിനസ്സിന്റെ ഒരുപാട് നെഗറ്റീവ് ഉള്ളത് കൊണ്ടും, മണീച്ചീനാണെന്നുള്ള ധാരണ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ടും ഈ ബിസിനസ് 5-8 മാസം മാറി നിന്നുള്ള ആളാണ് ഞാൻ. അപ്പോ 5-8 മാസം കയ്യിൽ പോയിട്ടുണ്ട്. ID അടിച്ച ഡേറ്റ് ഇതാണെങ്കിലും പിന്നീട് ഒരു 10,000 രൂപന്റെ പ്രോഡക്റ്റ് എടുത്തിട്ടാണ് സത്യത്തിൽ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള എന്റെ കോലാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ നല്ല താടിയൊക്കെ ആയിരുന്നു. അങ്ങനെ താടി വെച്ചിട്ടുള്ളത് സൗന്ദര്യം കൂടിയിട്ടല്ല, നേരെ മറിച്ച് ആ താടിക്കുള്ളിൽ മുഴുവൻ താരനായിരുന്നു. തലയിൽ നിറച്ച് താരനായിരുന്നു. താടിയുടെ മുകളിലേക്ക് താരൻ ഇറങ്ങിയിട്ട് ഷെയ്വ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലായിരുന്നു. ആ കണ്ടീഷനിലാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന. അന്നേരമുള്ള ഫോട്ടോ ആണത്. എന്നെ ഈ ബിസിനസ് കൊണ്ടുപോയ ലീഡേഴ്സ്, പ്രസാദ് സാറ്, എന്റെ ലീഡർമാരുള്ള അനിൽകുമാർ സാറ്, അതേപോലെയുള്ള ആളുകളാണ് ആ പോസ്റ്ററിൽ നിങ്ങൾ കാണുന്നത്. അങ്ങനെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അതിന്റെ മുകളിൽ മാറ്റം വന്നു. ഷേവ് ഒക്കെ ചെയ്യാൻ പറ്റി. പ്രൊഡക്റ്റിന് മുകളൊക്കെ റിസൾട്ട് കിട്ടി. അങ്ങനെ എന്റെ വീട്ടിൽ വെച്ചിട്ട് ചെറിയൊരു മീറ്റിംഗ് നടന്നു. അന്ന് എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്. അന്നത്തെ ഫോട്ടോ എന്ന് പറയുന്നത് നമ്മളെ പഴയ ഫോണിൽ എടുത്ത ഫോട്ടോ ആണ്. ഇങ്ങനെ സ്ലൈഡ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് എടുത്തൊന്നുമല്ല. അതിനകത്ത് ഒരു മീറ്റിംഗ് നടന്ന സമയത്ത് എടുത്താണ്. എന്റെ വീടിന്റെ കോലായിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്, വരാന്തയിൽ വെച്ച് നടന്ന ഒരു മീറ്റിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ഇതൊന്നും പറഞ്ഞു കൊടുക്കാനൊന്നും അറിയില്ല. മീറ്റിംഗ് ഒക്കെ ഗംഭീരമായിട്ട് നടന്നു. പറഞ്ഞു കൊടുക്കുന്ന ലീഡേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അവരെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. ഭാവിയിൽ ഇങ്ങനെ സ്ലൈഡ് ആക്കണമെന്നൊന്നും നമുക്ക് ഓർമ്മയില്ലായിരുന്നു. പക്ഷെ അന്ന് എടുത്തൊരു ഫോട്ടോ തപ്പി നോക്കിയ സമയത്ത് ഇങ്ങനെ കിട്ടി. അങ്ങനെ സ്ലൈഡ് ആക്കിയെന്നേ ഉള്ളൂ. ഇതാണ് എന്റെ വീട്ടിൽ നടന്നിട്ടുള്ള ആദ്യ ഹോം മീറ്റിംഗ്. അപ്പൊ അതിൽ കൂടിയാണ് എന്ത് ചെയ്ത് കുറച്ച് ആളുകൾ വന്നിട്ടുള്ളത്. ആ ആളുകളെയാണ് നിങ്ങളിപ്പോ സത്യത്തിൽ ഇതിൽ കണ്ടുകൊടുക്കുന്നത്. ഈ ആളുകളിൽ കൂടിയാണ് സത്യത്തിൽ ഞാൻ ബിസിനസ് തുടങ്ങിയിട്ടുള്ളത്. എന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെയുള്ള ആളുകളാണ്. അങ്ങനെ ഈ ബിസിനസ് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യും. ട്രെയിനിങ്ങിനും മീറ്റിങ്ങിനും വലിയ പ്രാധാന്യം ഈ ബിസിനസ്സിലുണ്ട്. കാരണം ഡയറക്ട് സെല്ലിംഗ് മേഖലയിലേക്ക് പുതുതായിട്ട് വന്ന ആളാണ്. നിങ്ങൾ വിചാരിക്കുന്ന വട്ടം വരയ്ക്കുന്ന പരിപാടി, അതായത് അപ്പുറവും ഇപ്പുറവും ആളെ ചേർക്കുന്ന പരിപാടി, അതെനിക്കറിയാം. ഇതൊക്കെ ജനത്ര കണ്ടതാ. ഓൻ 2 ആളെ ചേർക്കുന്നു,
അത് കഴിഞ്ഞിട്ട് ഓൻ രണ്ടാളെ ചേർക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഓന്റെ താഴെ ഓൻ രണ്ടാളെ ചേർക്കുന്നു. അങ്ങനെ രണ്ടാളെ ചേർത്തുള്ള പരിപാടിയില്ലേ, അത് എനിക്കറിയാം എന്നുള്ള ധാരണ കംപ്ലീറ്റ് പൊളിച്ചെടുക്കണം. നിങ്ങൾ ഈ ബിസിനസ്സിൽ നിങ്ങൾ വിജയിക്കണമെങ്കിൽ ആ ധാരണ കംപ്ലീറ്റ് പൊളിച്ചെടുക്കണം. ഒരു കുന്തും അറിയില്ല ധാരണയിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റൂ. ഒരു കുന്തും അറിയില്ല ധാരണയിൽ നിങ്ങൾക്ക് ഇതിന്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതല്ല എല്ലാം അറിയാന്നുള്ള ധാരണയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ച തൊടുകയല്ലേ ബിസിനസ്. ശരി സാറേ, ഞാൻ പിന്നെ ശരിക്കും മൂത്തുപോയി പറയും, മോട്ടിവേഷൻ ഒന്നുമില്ല, റിയാലിറ്റിയാ. റിയാലിറ്റിയാ. അപ്പൊ അതുകൊണ്ട് ട്രെയിനിങ്ങും മീറ്റിംഗും അറ്റൻഡ് ചെയ്യാതെ ഞാൻ എന്തോ ഡയറക്ഷൻ അല്ലെങ്കിൽ വലിയ പുലിയാന്ന് വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ പച്ച തൊടുകയില്ല. അതേരെ മറിച്ച് എനിക്കൊരു കുന്തും അറിയില്ല, ഞാൻ പൊട്ടനാണ്. അതുകൊണ്ട് ഈ ബിസിനസ് എന്താന്ന് എനിക്ക് പഠിക്കണം. അതിനു വേണ്ടി ഞാൻ ഇതിന്റെ മീറ്റിങ്ങും സകല സാധനങ്ങളും അറ്റൻഡ് ചെയ്യും. നിങ്ങൾ ഒരു തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ, ഈ ബിസിനസ്സിൽ നിങ്ങൾ പറക്കും, റോക്കറ്റോടുകൾ പറക്കും. കാരണം ട്രെയിനിങ്ങും മീറ്റിംഗും ആണ് ഈ ബിസിനസ്സിൽ എന്ത് ചെയ്യുന്നത്, ഒരാളുകളെ വിജയിപ്പിക്കുന്നത്, ഒരു സംശയമില്ല. അങ്ങനെ എന്ത് ചെയ്തു, ഞങ്ങളും അറ്റൻഡ് ചെയ്തു. ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത സമയത്ത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രീന്റെ സാധ്യതയൊക്കെ മനസ്സിലായി, സീരിയസ് ആയിട്ട് അങ്ങ് ചെയ്തു. അങ്ങനെ എന്റെ കൂടെ കടന്നു വന്നിട്ടുള്ള ടീമാണ്. ലീഡേഴ്സ് മീറ്റിംഗ് ഒക്കെ വീട്ടിൽ വെച്ചിട്ട് നടന്നു. അങ്ങനെ നമ്മൾ ആരും കൊതിക്കുന്ന TC എന്ന് പറയുന്ന ടീം കോർഡിനേറ്റർ, കമ്പനിയുടെ ആദ്യത്തെ റാങ്ക്, കമ്പനിയുടെ 3 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് കിട്ടുന്ന ആദ്യത്തെ റാങ്ക്. അന്ന് പിന്നെ TC റാങ്ക് മുതൽ അന്ന് ഡിസ്ട്രിബ്യൂട്ടർ റാങ്ക് മുതൽ പെർഫോമൻസ് ഉണ്ട്. അപ്പൊ ഇന്ന് വരെ നിൽക്കുന്ന സമയത്ത് എല്ലാ റാങ്കിലും പെർഫോമൻസ് അടിക്കാൻ പറ്റി. ആദ്യത്തെ പെർഫോമൻസ് അടിച്ച് അന്ന് റൂബി റാങ്ക് വിത്ത് TC ആയ സമയത്ത്, കോർഡിനേറ്റർ റാങ്ക് ഇല്ല, റൂബി വിത്ത് TC പിന്നെ പെർഫോമൻസ് വിത്ത് TC ആയ സമയത്ത് ഉള്ള ഒരു ഫോട്ടോ ആണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ അംഗീകാരം. ഗ്രേറ്റ് ലീഡർ ബെല്ലി സാർ, നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ബെല്ലി സാർ, അദ്ദേഹം മാസം 10-15 ലക്ഷം രൂപയുടെ മുകളിൽ വരുമാനം വാങ്ങുന്ന നമ്മളെ WTC ലീഡർ, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന്, അതേപോലെ തന്നെ ശൈലേഷ് ബാലൻ സാറിന്റെ കയ്യിൽ നിന്ന്, അല്ലെ ഗ്രേറ്റ് ലീഡേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെ അംഗീകാരം വാങ്ങിക്കാൻ പറ്റിയത് തന്നെയാണ് സത്യത്തില് ഇവിടെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ വരുമാനവും കാര്യങ്ങളും, മാസ വരുമാനം എന്ന് പറഞ്ഞാൽ ആഴ്ച വരുമാനത്തിന് ഉപരി മാസ വരുമാനം കിട്ടി. അവിടുന്ന് അങ്ങോട്ട് ഒരു എന്താ പറയാ, ഒരു പിന്നെ ചരിത്രം തന്നെ. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ ബിസിനസ്സിനെ വളരെ ആത്മാർത്ഥമായിട്ട് കണ്ടു, ഡെഡിക്കേറ്റഡ് ആയി കണ്ടു. അങ്ങനെ ചെറിയ ടീം കുറച്ചൊന്ന് വലുതായി. ആ ടീം ഞങ്ങളെല്ലാം കൂടി ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. അങ്ങനെ സ്വാഭാവികമായിട്ട് എന്റെ ടീമിനെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത സമയത്ത് മൾട്ടിപ്ലിക്കേഷൻ നടന്നു. ആ മൾട്ടിപ്ലിക്കേഷൻ നടന്ന സമയത്ത് ടീം ഒന്ന് വലുതായി. ഇന്ന് ഏകദേശം 7000-ഓളം ആളുകളിലേക്ക് ആ ഡിസ്ട്രിബ്യൂഷൻ എത്തിയിട്ടുണ്ട്. ഇതിൽ കാണുന്ന പല ആളുകളൊന്നും ബിസിനസ് ചെയ്യുന്നില്ല, പക്ഷെ അതിൽ കൂടി വന്ന കെയർ ഓഫ് വന്ന ആളുകൾ എന്തുണ്ട്, ഇന്ന് ബിസിനസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോരോ റാങ്ക് മറയത് DTC റാങ്ക് എത്തിയ സമയത്തും, അന്ന് ഓൾ കേരള ടോപ്പേഴ്സ് ലിസ്റ്റിൽ എത്തിയ സമയത്ത് നമ്മളെ ഉമ്മർ സാറും ഞാനും ഒക്കെ ടോപ്പേഴ്സ് ലിസ്റ്റിലുണ്ട്. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് 2020 കൊറോണയ്ക്ക് ശേഷമാണ് തോന്നുന്നു, 2022 ആ സമയത്താണ് എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് ഓൾ കേരള ടോപ്പേഴ്സിൽ ഞങ്ങൾ എത്തിയതിന്റെ ഒരു ഓർഗനൈസേഷൻ ഗ്രേറ്റ് ഡയമണ്ട് ലീഡേഴ്സ് അനൂപ് സാറിന്റെ കയ്യിൽ നിന്ന്, അതായത് മാസം 10-40 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന ലെജൻസിന്റെ കയ്യിൽ നിന്ന് ഇതേപോലുള്ള അംഗീകാരം ഓൾ കേരള ടോപ്പേഴ്സിൽ എത്തിയതിന്റെ ഭാഗമായിട്ട് അന്ന് കിട്ടി. അതേപോലെ തന്നെ പെർഫോമൻസ് ബോണസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റി. ജീവിതത്തിൽ ആഗ്രഹമായിരുന്നു ഒരു കാറ് വാങ്ങിക്കണം എന്നുള്ളത്. അങ്ങനെ ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് ഒരുപാട് ആളുകൾ കളിയാക്കിയിരുന്നു. കാരണം നമ്മൾ തുടങ്ങുമ്പോൾ എന്താ പറയാ, തുടങ്ങുമ്പോൾ ആളുകളോട് പറയാ കാറ് വാങ്ങാം, വീട് വെക്കാം, 2,10,000 വാങ്ങാം, ബെൻസ് വാങ്ങാം എന്നൊക്കെയല്ലേ പറയാ. പക്ഷെ പറയുന്ന എന്നെ സംബന്ധിച്ച് ഞാനൊരു തൊഴിഞ്ഞ ബൈക്കിന്റെ മുകളിൽ, ഇൻഡിക്കേറ്റർ ഒക്കെ പൊട്ടിത്തൊങ്ങിയ ബൈക്കിന്റെ മുകളിലായിരുന്നു ബിസിനസ് പറയാം. അപ്പൊ കളിയാക്കുന്ന ആളുകൾ എണ്ണം കൂടി. അങ്ങനെ കളിയാക്കിയ ആളുകളെ മുമ്പ് കൂടെ ഒരു 10 ലക്ഷം രൂപയുടെ കാറ് വാങ്ങിക്കാനൊക്കെ ഈ ബിസിനസ് കൊണ്ട്, മൈലേജ് കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോ ജീവിതത്തിൽ ഇങ്ങനെ കുറെ മാറ്റങ്ങൾ ഉണ്ടായി. ഇതൊക്കെ സമയത്ത് എനിക്ക് പിന്നെ കാറെടുത്ത സമയത്തുള്ള ഒരു വീഡിയോ ആണ്, ഞാൻ കൂടുതലൊന്നും കാണിക്കുന്നില്ല. ഇത് നമ്മുടെ MD ആണ്, ഫ്യൂച്ചർ MD നിഖിൽ ചന്ദൻ സാറിന്റെ കയ്യിൽ നിന്ന് ഇതിന്റെ ഒരു അച്ചീവ്മെന്റ് വാങ്ങാൻ പറ്റി. വലിയ ഒരു 1000-കണക്കിന് ആളുകളുടെ പ്രോഗ്രാമിൽ നിന്നാണ് സത്യത്തിൽ വാങ്ങുന്നത്. ആ സ്റ്റേജിൽ എന്റെ അമ്മയും എന്റെ വൈഫും ഒക്കെ കയറിയ സമയത്ത്, എന്റെ കുടുംബത്തിന് ഒരു അംഗീകാരം കിട്ടിയ സമയത്ത്, ഇതിലും വലിയ ഒരു എന്താ പറയാ, ഒരു ഭാഗ്യമൊന്നും ജീവിതത്തിൽ കിട്ടാനില്ല.
ഇതിലും വലിയ ഭാഗ്യമൊന്നും കിട്ടാനില്ല. ഇതേപോലെ അംഗീകാരങ്ങൾ ബാങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേര് പറയുന്നത് പോലെ പട്ടിപ്പണിയായിരുന്നു, പട്ടിപ്പണി. ഒരു അംഗീകാരമില്ല, ആദരവില്ല, ഒന്നുമില്ല, പട്ടിപ്പണി. പക്ഷെ ഇവിടെ വന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ട് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നു എന്നുള്ള ഇതേപോലുള്ള അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നുള്ള അങ്ങനെ ഒരു 3 വർഷം കൊണ്ടുണ്ടായ എന്റെ ലൈഫിലുണ്ടായ ചേഞ്ച് 3 വർഷം കൊണ്ട്, അതായത് മാസം 35,000 രൂപയാണ്. മാസം 35,000 രൂപ, ഒരു മാസം പണിയെടുത്താൽ 35,000 രൂപ കിട്ടിയ സ്ഥലത്തുനിന്ന് ഈ ബിസിനസ് പാർട്ട് ടൈം ആയിട്ട് തുടങ്ങി ഇതിനൊന്ന് സീരിയസ് ആയിട്ട് കണ്ടു. ഇതിന്റെ ട്രെയിനിങ്ങും മീറ്റിംഗും അറ്റൻഡ് ചെയ്ത സമയത്ത് ആഴ്ച വരുമാനം 2,10,000 എന്നെ വളർത്തിയ കമ്പനിയുടെ പേരാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. ഇത് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നിങ്ങളെ കയ്യിലും കിട്ടിയിട്ടുള്ളത്. കമ്പനിയുടെ 616ാമത്തെ വീക്കില് എന്റെ അക്കൗണ്ടിൽ വന്നു 2,10,000. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്, കമ്പനി അയച്ചെന്ന സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ ആ സ്ക്രീനിൽ. ഇതാണ് കമ്പനി. 12 വർഷം പൂർത്തിയായി ഈ കമ്പനി. നോക്കണം നിങ്ങൾ, ഈ 12 വർഷം കൊണ്ട് മറ്റുള്ള കമ്പനികളിൽ നിന്നും മൈ ലൈഫ് സ്റ്റൈലിനെ വ്യത്യസ്തമാക്കുന്ന എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, 12 വർഷം അല്ലെ അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് കോർപ്പറേറ്റ് കമ്പനികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് കോർപ്പറേറ്റ് കമ്പനികൾ എന്ന് പറഞ്ഞാൽ റിലയൻസ് വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയാണ്, അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പ് വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയാണ്, ടാറ്റ വലിയൊരു, അല്ലെങ്കിൽ ബിർള, ഇങ്ങനെയുള്ള കമ്പനികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ 12 വർഷമായാലും 120 വർഷമായാലും അതിൽ കോടീശ്വരന്മാരാകുന്നത് അതിന്റെ മുതലാളിമാരാണ്. നേരെ മറിച്ച് 12 വർഷം കൊണ്ട് സാധാരണക്കാരനെ, കടബാധ്യതയുള്ള ആളുകളെ, ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകളെ കോടീശ്വരന്മാരാക്കിയ, ആയിരക്കണക്കിന് ആളുകളെ കോടീശ്വരന്മാരാക്കിയ, 12 വർഷം കൊണ്ട് കോടീശ്വരന്മാരാക്കിയ കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ മുതലാളി മാത്രമല്ല, ഇവിടെ വർക്ക് ചെയ്യുന്ന ഏതൊരു സാധാരണക്കാരനും കോടീശ്വരനാകാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് ഞാനും നിങ്ങളും എന്നുള്ള ബോധ്യം ഉണ്ടായാൽ മതി. നമ്മൾ കമ്പനീന്റെ പാർട്ട്ണർമാരാണ്, തൊഴിലാളികളല്ല. തൊഴിലാളികളായിരുന്നാൽ നമുക്ക് ശമ്പളമായിരുന്നു തരിക. കമ്പനിയുടെ ലാഭവിഹിതം തരുന്നുണ്ടെങ്കിൽ അത് കമ്പനീന്റെ പാർട്ട്ണർ ആയതുകൊണ്ടാണ്. ഞാനൊരു ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലെ നമ്പർ 1 കമ്പനീന്റെ പാർട്ട്ണർ ആണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കല്യാണത്തിനെയും കാട്ടും, കൂടലിനെയും കാട്ടും, പാല് കാച്ചലിനെയും കാട്ടും പ്രാധാന്യം നിങ്ങൾ കൈ കിട്ടിയ ഓപ്പർച്യൂണിറ്റിക്ക് നിങ്ങൾ കൊടുക്കും. ഒരു സംശയക്കാര്യത്തിലില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഞാൻ എടുക്കുന്നില്ല. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വലിയൊരു ട്രെയിനിങ്ങിന്റെ സ്ലൈഡാണ്. എന്റെ എക്സ്പീരിയൻസ് കാണിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് നേട്ടമുണ്ടാക്കിയത് എങ്ങനെയാണോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും, ഒരു സംശയക്കാരില്ല. പക്ഷേ നിങ്ങൾക്ക് ഇതിൽ അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് ബിലീഫാണ്, വിശ്വാസം. ആ വിശ്വാസം എവിടെ ഉണ്ടാവണം? നിങ്ങളൊരാൾ ചോദിക്കുക, നീ എന്താ ചെയ്യുന്ന പരിപാടി? ഞാൻ അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ എന്തോ ഒരു മറ്റേ ആളെ ചേർക്കുന്ന എന്തോ ഒരു പരിപാടി ചെയ്യുന്നുണ്ടല്ലോ, അതൊന്നും അങ്ങനെയല്ല. അത് നാള് ഉസ്മാൻ വന്ന് പറഞ്ഞ ഞാനങ്ങ് ചേർന്നു, രണ്ടാളെ ചേർക്കാൻ ഞാൻ പോയില്ല. ഇങ്ങനെ തലചൊറിഞ്ഞ് അവനാൾ ചെയ്യുന്ന മേഖല എന്താന്ന് തൻ്റെ ഇടത്തോടു കൂടി പറയാൻ പറ്റാത്ത ആളുകളാണ് സത്യത്തിൽ ഈ ഇൻഡസ്ട്രിയുടെ ശാപം. 90% ആളുകൾ ഇങ്ങനെ. എന്തുകൊണ്ടാണെന്നറിയോ? വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാ, ആ മേഖലയെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാ. നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ മേഖലയിൽ, ഈ കൺസെപ്റ്റിൽ, അതായത് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വിശ്വാസം ഉണ്ടാവും. സാർ ഏത് പ്രൊഡക്റ്റ് ആണ് ഉപയോഗിച്ചത്? താരം മാറാനാണോ? ഞാൻ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു, മഹാഭൃംഗരാജ ഹെയർ ഓയിൽ ആണ് ഉപയോഗിച്ചത്. എന്റെ ഇടയ്ക്ക് ആരും ഡൗട്ട് ചോദിച്ചാണ്. ഇനി ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് പ്രോബയോട്ടിക് ഉപയോഗിക്കുന്ന ഏറ്റവും നന്നാവും. എന്ത് പ്രൊഡക്റ്റ് കഴിക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ എന്ത് അസുഖത്തിന് നിങ്ങൾ കൊടുക്കുന്നതിന് മുമ്പേ പ്രോബയോട്ടിക് കൊടുക്കുന്നത് ഏറ്റവും നന്നാവും. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു വന്നിലേക്ക് വരാം. വിശ്വാസമാണ് വേണ്ടത്. അവനവൻ ചെയ്യുന്ന മേഖല എന്താണ്? പാർട്ട് ടൈം ആയിക്കോട്ടെ, ഫുൾ ടൈം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന അഭിമാനത്തോട് പറയാൻ പറ്റും. നിങ്ങൾ ചെയ്യുന്ന മേഖല, നിങ്ങൾ ചെയ്യുന്ന കൺസെപ്റ്റ്, അത് നമ്മൾ ആദ്യം പരിശോധിച്ച് നോക്കാം. നമ്മൾ ചെയ്യുന്ന കൺസെപ്റ്റ്, ആശയം, അല്ലെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ആശയം മോശമാണോ? മോശമാണെ വിട്ടേക്ക് ചെയ്യരുത്. ഇതൊരു കച്ചവടല്ലേ? ഇവിടെ എന്താ ഉൽപ്പന്നങ്ങൾ? സാധാരണ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളല്ലേ? വെൽനസ് ഉൽപ്പന്നങ്ങൾ ഇതില്ലേ? അല്ലെങ്കിൽ അസുഖം വരാതിരിക്കാനുള്ള ഉൽപ്പന്നങ്ങളും, വീട്ടിലേക്ക് വേണ്ട ഉൽപ്പന്നങ്ങളും, പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങളും, ഹോം കെയർ ഉൽപ്പന്നങ്ങളും, ബാക്കിയൊക്കെ കടയിൽ പോയി കിട്ടുന്ന സാധനങ്ങളല്ലേ? ആണല്ലോ. മെഡിസിൻ ആയിക്കഴിഞ്ഞാലും നമുക്ക് മെഡിക്കൽസ് പോയി കിട്ടും. സാധാരണ എന്തായാലും മാർക്കറ്റ് നടക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ വാങ്ങിക്കുന്ന കുറെ സാധനങ്ങൾ തന്നെയല്ലേ അല്ലേ? സ്വാഭാവികമായിട്ട് നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു പൈസ കൊടുത്ത് അതിന്റെ MRP കൊടുത്തിട്ട് നമ്മൾ സാധനം വാങ്ങിക്കും. ഇവിടെ എന്താ ചെയ്യുന്നത്?
ഇവിടെ ആ പേരും അഡ്രസ്സും കൊടുത്തു കഴിഞ്ഞാൽ MRP കുറച്ച് സാധനം കിട്ടും. ഒരാൾ സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു 5000-10,000 രൂപേന്റെ സാധനം വാങ്ങിക്കാന്നുണ്ടെങ്കിൽ നോക്കണം നിങ്ങൾ, ഒരു 5000-10,000 രൂപേന്റെ സാധനം വാങ്ങിക്കാന്ന് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി, സ്വാഭാവികമായിട്ട് ആ സാധനം വാങ്ങി, അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ആ ട്രോളി ബാഗിലേക്ക് വലിച്ചിട്ട് ഒരു 5000-10,000 നമ്മൾ ബില്ലടിക്കുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പേരും അഡ്രസ്സും വാങ്ങും. ഈ പേരും അഡ്രസ്സും വാങ്ങിയിട്ട് നമുക്ക് എന്താ ചെയ്തത്, ഒരു കാർഡ് തരും. ഈ കാർഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാർഡ് പിന്നീട് നിങ്ങൾ സാധനം വാങ്ങിക്കുമ്പോൾ ആ കാർഡ് അല്ലെങ്കിൽ ആ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കിഴിവുണ്ടാവും. എത്ര ഉണ്ടാവും കിഴിവ്? 500-1000 ഒക്കെ ഉണ്ടാവുമോ? ഉണ്ടാവൂല. ഒരു 10, 20, 30, 40, 50 രൂപയ്ക്ക് എന്തുണ്ടാവും? കിഴിവുണ്ടാവും. ഇത്രയും ഉണ്ടാവും. അതിനുവേണ്ടി നിങ്ങൾ പേരും അഡ്രസ്സും കൊടുക്കുന്ന ആ സൂപ്പർ മാർക്കറ്റിൽ ആ പേരും അഡ്രസ്സും മാത്രം കൊടുത്താൽ പോരാ, 50 രൂപ കൊടുക്കുന്ന ആ കാർഡ് കിട്ടണമെങ്കിൽ 50 രൂപ കൊടുക്കുന്നു. നമ്മളൊക്കെ നാട്ടിലല്ലേ സൂപ്പർ മാർക്കറ്റ്, 50 രൂപ മിനിമം കൊടുക്കണം. ഓക്കെ, 50 രൂപ കൊടുത്ത് കാർഡ് വാങ്ങുമ്പോൾ ഒരുത്തിനും പരാതിയില്ല, ഒരു പ്രശ്നവുമില്ല. നീയും പെട്ടോ നീയും ചേർന്നൊന്നും ആരോടും ചോദിക്കാറില്ല. മൈലേഷ്യയിൽ വില കുറച്ച് ആജീവനാന്തകാലം 40% വരെ വില കുറച്ച് പ്രൊഡക്റ്റ് കിട്ടും. അതിന് പേരും അഡ്രസ്സും കൊടുത്താൽ അതി 50 ഉറുപ്പിയും കൊടുക്കണ്ട. ഹലോ, നല്ല സാധനം ആ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാട്ടും നല്ല സാധനം, കെമിക്കൽ ഇല്ലാത്ത സാധനം, ആംബുൾ കെമിക്കൽസ് ഇല്ലാത്ത സാധനം വില കുറച്ച് കിട്ടുന്നു. കേന്ദ്ര ഗവൺമെന്റ് സെക്യൂരിറ്റി ഉൽപ്പന്നം വില കുറച്ച് കിട്ടുന്നു. അസുഖം വരാതിരിക്കാനുള്ള വെൽനസ് ഉൽപ്പന്നം വില കുറച്ച് കിട്ടുന്നു. ആജീവനാന്തകാലം കിട്ടുന്നു. കമ്പനിയുടെ 1500 ഔട്ട്ലെറ്റ് ഇന്ത്യയിൽ എവിടെ പോയാലും വില കുറച്ച് കിട്ടുന്നു. മാത്രല്ല അത് അവനവന് വരുമാനം ഉണ്ടാക്കാൻ 5 നയാ പൈസ മുടക്കാതെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി കയ്യിൽ കിട്ടുന്നു. നോക്കണം നിങ്ങൾ. അത് ആത്മാഭിമാനത്തോടെ പറയാൻ പറ്റുന്നില്ല. അത് മറ്റവൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു തലചോർക്ക് കളിക്കുന്നു. നീയും പെട്ടോ നീയും ചേർന്ന് ചോദിക്കുന്നു. ഹലോ, ഇതല്ലേ പൊതുവിലെ സ്ഥിതി ഇല്ലേ? നിങ്ങളെ കുടുംബത്തില് നിങ്ങളെ ഫാമിലിയില് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആ ഫാമിലി സക്സസ് ആയി പോവോ? ഇല്ല. അപ്പൊ ആദ്യം വിശ്വാസം വേണ്ടത് ഈ കൺസെപ്റ്റിലാണ്, ഈ ആശയത്തില്. ഞാൻ ചെയ്യുന്ന ഒരു മോശപ്പെട്ട സംഗതിയാണ്, നിങ്ങൾ വിലയിരുത്തി നോക്കൂ, പരിശോധിച്ച് നോക്കൂ. വന്നത് എങ്ങനെയോ ആയിക്കോട്ടെ, വന്നത് ആരെയും കെയർ ഓഫിലായിക്കോട്ടെ, ആരെയും 50,000-ത്തിനോ 5,000-ത്തിനോ 10,000-ത്തിനോ കുറച്ചെടുക്കാൻ പറഞ്ഞിട്ട് ആയിക്കോട്ടെ. പക്ഷെ നിങ്ങൾ വന്ന മേഖലയെ പറ്റി നിങ്ങളൊന്ന് പഠിക്കുക. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന മേഖല ഇതൊരു പക്ക കച്ചവടമാണ്. നല്ല പ്രൊഡക്റ്റ് ആണ്, വില കുറച്ച് കിട്ടുന്നുണ്ട്. ഈ മേഖല ഞാൻ ചെയ്യുന്നത് ശരിയാണോ മോശമാണോ എന്നുള്ളത് നിങ്ങൾ പഠിക്കുക. ഹലോ, ഞാൻ 3-4 വർഷമായി തലങ്ങും വലവും കിടന്നും മറിഞ്ഞും ഒക്കെ ഇതിനെ കീറി മുറിച്ച് പരിശോധിച്ച് നോക്കുന്നത്. ഞാൻ അവിടെ നിന്ന് ഒരു പൊടിക്ക് പോലും ഈ മേഖലനെ മോശം കണ്ടിട്ടില്ല. ഒരാളെ പറ്റിക്കപ്പെടുന്നില്ല, ഒരാളെ പറ്റിക്കുന്നില്ല. ഓന് സാധാരണ കടയിൽ കിട്ടുന്നതിനെക്കാട്ടും മാർക്കറ്റ് കിട്ടുന്നതിനെക്കാട്ടും സാധനം വില കുറച്ച് കൊടുക്കുന്നത്. അതിന് ഓൻ പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, ഓന് ഈ ഓപ്പർച്യൂണിറ്റി ഫ്രീ ആണ് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അവനെ സഹായിച്ചു കൊടുക്കുന്നത്. അവന്റെ കുടുംബത്തിലേക്ക് ഒരു 1000 രൂപ വരുമാനം ഉണ്ടാക്കിപ്പോ 2000 എനിക്ക് കിട്ടുന്നത്. സ്വാഭാവികമായിട്ട് അവന്റെ വരുമാനം 2000 ആക്കാനും 5000 ആക്കാനും ഞാൻ എന്റെ കഴിവ് എന്റെ പ്രയത്നം ഞാൻ ഉപയോഗിക്കുന്നത്. അവനുമായിട്ട് അവന്റെ കുടുംബത്തിലേക്ക് നല്ല വരുമാനത്തിപ്പോ അവനായിട്ട് നല്ല ബന്ധം ഉണ്ടാവുന്നത്. ഇങ്ങനെ പരസ്പരം സഹായിക്കുന്നു, പരസ്പരം നല്ല ഉൽപ്പന്നങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നു, പിന്നെ അസുഖം വരാതിരിക്കാനുള്ള ഒരു സമൂഹത്തിനെ സൃഷ്ടിക്കാൻ പറ്റുന്നു, നല്ല ഓപ്പർച്യൂണിറ്റി കൈ കൊടുക്കാൻ പറ്റുന്നു, ഒരുപാട് കുടുംബങ്ങളിലേക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നു. ഇതിലും വലിയ ഓപ്പർച്യൂണിറ്റി ഏതാ? നോക്കൂ നിങ്ങൾ, ഞാൻ ബാങ്കിൽ പണിയെടുത്ത സമയത്ത് എനിക്ക് കിട്ടിയ 35,000. മൈലേഷ്യയിൽ ഞാൻ ബിസിനസ് തുടങ്ങി ആദ്യം കിട്ടിയ ഒരു 450. പിന്നീട് 2,10,000 കൂടി വാങ്ങിക്കാൻ പറ്റിയ സമയത്ത് 210 എന്റെ അക്കൗണ്ടിലേക്ക് വന്ന സമയത്ത് 450 രൂപ മുതൽ 450, 1000, 2000, 5000, 10,000, 50,000, 1,05,000 എന്റെ കൂടെ വന്ന ആളുകളെ അക്കൗണ്ടിലേക്ക് എത്തിച്ചു കൊടുത്ത സമയത്തല്ല 210 കിട്ടിയത്. അത് മനസ്സിലാണെങ്കിൽ ഇതിന്റെ പ്ലാൻ ഒന്ന് പഠിക്കണ്ടേ? ആ പ്ലാൻ നന്നായിട്ടൊന്ന് വരഞ്ഞ് പഠിച്ചു നോക്കി കൂടുള്ളവന് വരുമാനം കിട്ടുമല്ലേ എമ്പോ കിട്ടുക. ഇങ്ങനെ ഒരു അവസരത്തിലല്ലേ നിങ്ങൾ ഞാനുള്ളത്. എവിടെ ഉണ്ട് ഇതിൽ വലിയ ചാരിറ്റി? ആർക്ക് അവകാശപ്പെടാനുണ്ട് ഇതിൽ വലിയ ചാരിറ്റി? കളിയാക്കുന്നതുകൊണ്ട് പോയി ചാമ്പറ. മനസ്സിലാണ്ടോ? അത് ഞാൻ പറഞ്ഞു, ഒടുക്കത്തെ വിശ്വാസം ഈ കൺസെപ്റ്റിൽ വരണം, ഈ ആശയത്തിൽ വരണം. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ആശയത്തിലാണ് ഞാനും നിങ്ങളുള്ളത്. ആ ആശയം ശരിയാണോ തെറ്റാണോ ആദ്യം നമ്മൾ വിലയിരുത്തണം. മനസ്സിലാവുണ്ടോ? അപ്പൊ അത് ശരിയാന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാല് 10,000 ആളുകൾ എതിർത്താലും അടുത്ത 10,001-ാമത്തെ അടുത്തേക്ക് പോയി പറയാനുള്ള ചങ്കൂറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് യു വിൽ ബിക്കം എ അച്ചീവർ. ഇല്ലെങ്കിൽ ഇപ്പൊ നിർത്തിക്കോളി. ഒരു വിശ്വാസം ഇല്ലാണ്ടാണ് ഈ പരിപാടി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോവുക പല ആളുകൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഈ
കൺസെപ്റ്റിൽ വിശ്വാസം ഉണ്ടാക്കിയെടുത്താണ്ടല്ലോ കോടികളാണ് നിങ്ങളെ അക്കൗണ്ടിലേക്ക് വിടുക, കോടികൾ. ഒരു സംശയമില്ല. നിങ്ങൾ സ്കൂളിൽ പോയിട്ടുണ്ടെന്നോ പോയിട്ടില്ലെന്നോ ഒന്നും ഇവിടെ ചോദിക്കുന്നില്ല. നിങ്ങൾ ആദ്യം ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കുക, ഈ കൺസെപ്റ്റ് എന്താണെന്ന് പഠിക്കുക. പ്രൊഡക്റ്റ് എല്ലാവരും പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിശ്വാസം വന്നിട്ടുണ്ടാവുമല്ലോ. പ്രൊഡക്റ്റിൽ വിശ്വാസം വന്നിട്ടുണ്ടാവുമല്ലോ. ഉപയോഗിച്ചിട്ടല്ലേ വിശ്വാസം വന്നത്. മറ്റുള്ള ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ട് അവര് ഫീഡ്ബാക്ക് നല്ല വിശ്വാസം വന്നത് അല്ലേ. ഈ കൺസെപ്റ്റ്, ഈ ആശയത്തെ പറ്റി പഠിക്കുക, അപ്പൊ അതിൽ വിശ്വാസം വരും. വട്ടം വരഞ്ഞ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ആ പ്ലാൻ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പ്ലാനിലൊരു വിശ്വാസം വരും. കമ്പനിയെ പറ്റി കൂടുതൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയിൽ ഒരു വിശ്വാസം വരും. ലീഡേഴ്സിനെ കൂടുതൽ അടുത്തറിയുന്ന സമയത്ത് ലീഡേഴ്സിന് ഒരു വിശ്വാസം വരും. ഇതൊക്കെ ഉണ്ടെങ്കിലും അവനവന് ഒരു തീരുമാനം എടുക്കുക, അവനവന് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ യു വിൽ ബിക്കം എ അച്ചീവർ. ഒരു സംശയ കാര്യത്തിലില്ല. അല്ലാണ്ട് ഇവിടെ ഒരു മാജിക് നടക്കുന്നില്ല, ഒരു മാജിക് ഇവിടെ നടക്കുന്നില്ല. ഇത് തന്നെയാ നടക്കുന്നത്. അതുകൊണ്ട് ഒറ്റ GTS നിങ്ങൾ ഒഴിവാക്കരുത്, ഒറ്റ മോർണിംഗ് മീറ്റ് നിങ്ങൾ ഒഴിവാക്കരുത്, ഒറ്റ ട്രെയിനിങ്ങും മീറ്റിംഗ് ഒരു സാധനം ഒഴിവാക്കരുത്. എന്നിട്ട് പഠിക്കും, ഇതിനെ കുറിച്ച് പഠിക്കും. ഹലോ, എവിടെയാണ് മോശം എന്നുള്ളതൊന്ന് പഠിക്കും. ഒരു തരിക്ക് മോശം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. എന്നെ സംബന്ധിച്ച് എനിക്ക് അത്ര വിശ്വാസം. എന്റെ മുമ്പിൽ സുപ്രീം കോടതി ജഡ്ജിനെ കിട്ടിയാൽ ഞാൻ ഒരു ബിസിനസ് പറയും. ഹലോ, ഈ ബിസിനസ്സിൽ വിജയിക്കുന്നതേ പല ആളുകൾ ധരിക്കുന്നത് അറിയോ? എനിക്കിപ്പം കിട്ടുന്ന വരുമാനം മൈ ലൈഫ് കൂടി ആഴ്ച വരുമാനം കിട്ടട്ടെ, ഇപ്പൊ മാസം കിട്ടുന്ന ആഴ്ച വരുമാനം കിട്ടട്ടെ, അന്നേരം മാത്രമേ ഞാൻ ഈ ബിസിനസ് സീരിയസ് ആയി ചെയ്യൂ. ഇതിങ്ങനെ നോക്കി നിൽക്കുക. എന്നിട്ട് ഇതിൽ കൂടി ഇങ്ങനെ വരില്ലോ അങ്ങനെ നല്ലട്ടോ. എന്റെ 35,000 മാസ വരുമാനം അവിടെ കിട്ടിയ, ബാങ്കിൽ കിട്ടിയ 35,000 ഇവിടെ ആഴ്ച വരുമാനം കിട്ടിയതേ അതിന് പണിയെടുത്തിട്ടാണേ, അല്ലാണ്ട് വരൂലേ. ഹലോ, സീരിയസ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിനെ കണ്ടത് കൊണ്ടാണ് കേട്ടോ അത് വന്നിട്ടുള്ളത്. അല്ലാണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ വരൂല. മൈ ലൈഫിൽ ഐഡിയ അടിച്ചോണ്ട് മാത്രം ഇങ്ങനെ കയറി എന്റെ ലീഡേഴ്സ് ചെയ്യും, എന്റെ താഴെയുള്ളവർ ചെയ്യും എന്ന് അങ്ങനെ സ്വാഭാവിക കയറി വരും. അങ്ങനെ കയറി വന്നത് ടാലി ചെയ്യുന്ന സമയത്ത് ഇന്ത്യന്ന് ചാടി മറ്റേലേക്ക് കടക്കാം. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ലീഡേഴ്സ് പറഞ്ഞതുപോലെ അവർക്ക് സറണ്ടറായി, ഒരു ഈഗോ ഇല്ലാതെ അവർക്ക് സറണ്ടർ. ആദ്യമൊക്കെ ഈഗോ ഉണ്ടായിരുന്നു, അവർക്ക് സറണ്ടറായി. അവർ പറഞ്ഞ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, എന്റെ മുമ്പേ നടന്നുപോയ പൂർവ്വസൂരികളായിട്ടുള്ള ആളുകൾ പറഞ്ഞു തന്ന കാര്യങ്ങള് അത് കൃത്യമായിട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഞാനുള്ള ടൈം അങ്ങോട്ട് ഉപയോഗിച്ചു. അങ്ങനെയാണ് ഇന്ന് ഫുൾ ടൈം ആവാൻ പറ്റിയത്. ഒരു സംശയമില്ല. പറച്ചെറിഞ്ഞാലും പോകാത്ത രീതിയിലുള്ള ഒരു ബിലീഫ്, വിശ്വാസം ഉണ്ടാക്കിയെടുത്തുള്ളത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ നോക്കിക്കോ, അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും, ഏത് പാർട്ടി ആയിക്കോട്ടെ, പിന്നെ കോൺഗ്രസ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ലീഗ് ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, ഇതിന്റെയൊക്കെ ആശയം ഇവിടെ മുട്ടിട്ട സമയത്ത് ഇതിനെ സ്വീകരിച്ചൊരു 20% ആളുകളും ഇതിനെ തള്ളിപ്പറഞ്ഞ 80% ആളുകളാണ് പുറത്തുള്ളത്. യെസ് ഓർ നോ? അല്ലേ? ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ ആളൊന്നല്ല, എന്നാലും ഞാൻ പറയാം, ഒരു ഉദാഹരണം പറയാം. ഉദാഹരണം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അതിനെ തള്ളിപ്പറഞ്ഞ, ആട്ടിപ്പറയിച്ച, അല്ലെങ്കിൽ കാർക്കിച്ച് തുപ്പിയ ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്തും ആ ആശയം എന്താണെന്ന് ബോധ്യപ്പെട്ട് അതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ള 10-20% എല്ലാ പാർട്ടികളും തന്നെ കേട്ടോ. എല്ലാ പാർട്ടിയും 2 കൈയിൽ നിന്ന് കിട്ടിയ ആളുകൾ സ്വീകരിച്ചതല്ല. പക്ഷേ അന്ന് അതിൽ ആ ആശയം മനസ്സിലാക്കിയ, അതിൽ വിശ്വാസം ഉണ്ടായിരുന്ന ആളുകൾ അതിന്റെ പ്രചാരകന്മാരായിട്ട് മാറി. 10,000 ആളുകൾ പുറത്തുനിന്ന് എതിർത്ത സമയത്തും അവരെ ഒരു ഒടുക്കത്തെ വിശ്വാസം കൊണ്ട് അവരതിന്റെ പ്രചാരകന്മാരായിട്ട് മാറി. ആ പാർട്ടികളൊക്കെ ഒന്ന് വളർന്നു വലുതായി, ആ ആശയങ്ങൾ ഒരുപാട് ആളുകളിലേക്ക് എത്തി. അവർ വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കി. അന്ന് പ്രചാരകന്മാരായിരുന്ന ആളുകളൊക്കെ ആ അധികാരത്തിന്റെ അല്ലെങ്കിൽ ആ മന്ത്രിപദത്തിന്റെ ഒക്കെ എന്താണ് ആ സൗന്ദര്യം അല്ലെങ്കിൽ അതിന്റെ സുഖം നുണഞ്ഞ ആളുകളാണ്. അന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു. അന്ന് 10,000 ആളുകൾ എതിർത്ത സമയത്തും അടുത്തവന്റെ അടുത്തേക്ക് പോയി പറയാനുള്ള ചങ്കൂറ്റുണ്ടായത് അന്ന് അവർക്ക് ആ ആശയത്തിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞത് ശരിയാണോ? ആണല്ലോ. ഓക്കെ. അതേപോലെ തന്നെ ഈ ആശയം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഇതിന്റെ പ്രചാരകന്മാരായിട്ട് മാറുക എന്നുള്ളത് നമ്മളെ പണി. ആളുകൾ എതിർത്തോട്ടെ, നിങ്ങൾ നിങ്ങളോട് ചോദിക്കും, ശരിയാണോ തെറ്റാണോ? ഞാൻ ചെയ്യുന്ന മേഖല ശരിയാണോ തെറ്റാണോ? തെറ്റാണെങ്കിൽ വിട്ടേക്ക്, ചെയ്യരുത്. ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാന് എങ്ങനെ നോക്കിയിട്ട് ശരിയാ. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആളുകൾക്ക് വില കുറച്ചു, രണ്ടാമത്തെ ചോദിച്ചു കഴിഞ്ഞാൽ കെമിക്കൽ ഇല്ലാത്ത, ആംഫുൾ കെമിക്കൽസ് ഇല്ലാത്ത പ്രൊഡക്റ്റ് കിട്ടും, മൂന്നാമത്തെ അസുഖം വരാതിരിക്കാനുള്ള ഉൽപ്പന്നം കിട്ടും, നാലാമത്തെ മാത്രമല്ല ഓൻ ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഓന് പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് അവസരം ഇവിടെ കിട്ടും ജീവിതത്തിൽ രക്ഷപ്പെടാനല്ലേ.
ആലോചിച്ചോ നിങ്ങൾ പിറക്കെ പറ്റി എനിക്ക് വർദ്ധിക്കാനുള്ള അളവര് പെരുമാറും വർദ്ധിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടും. ഇങ്ങനെ എവിടെ കിട്ടും? നിങ്ങൾ പറയും. നിങ്ങൾ പറയുന്ന ഏത് സൂപ്പർ മാർക്കറ്റിലും വന്ന് ഞാൻ സാധനം വാങ്ങാം. പക്ഷെ ആ സൂപ്പർ മാർക്കറ്റിന്റെ പാർട്ണർ ആക്കും എന്നെ. ആ സൂപ്പർ മാർക്കറ്റിന്റെ പാർട്ണർ ആക്കും. അതിന്റെ ലാഭവിഹിതം എനിക്ക് തരുമോ? ഇല്ല. ഇവിടെ സാധനം വാങ്ങുന്ന പാർട്ണർ ആക്കി കൊടുക്കുന്നത് മൈ ലൈഫിന്റെ ലാഭവിഹിതം കൊടുക്കും. നിങ്ങൾ ആലോചിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് പിന്നെ എന്നോട് പറയാൻ ഏൽപ്പിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. പറയാൻ സത്യത്തിൽ വിട്ടുപോയി. ഞാൻ എന്റെ എക്സ്പീരിയൻസിലായിപ്പോയി. കുഴപ്പമില്ല. എന്തായാലും ഈ ബിസിനസ്സിൽ നമ്മളെല്ലാ ആളുകളും വിജയിക്കണം. അപ്പോ ഈ കൺസെപ്റ്റിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവണം. അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. എന്തായാലും എന്നെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ചിട്ടുള്ള എന്റെ ആത്മാർത്ഥ സുഹൃത്തായിട്ടുള്ള ചേരൂർ സാറിന് ഒരു ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാ ആളുകൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ടും ഞാൻ തൽക്കാലം വിട വാങ്ങുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.